പ്രിയമുള്ളവരെ, വ്യവസ്ഥാപിത നിയമങ്ങൾക്കപ്പുറത്താണ് നേരിൻ്റെ നീതിയെന്ന് ഇടനെഞ്ചിലെ ചുടുചോരയാൽ കാലത്തിൻ്റെ ഏടിൽ മുദ്ര ചെയ്ത ഒരച്ഛൻ. ആ അച്ഛൻ്റെ കനലെരിയുന്ന മനസ്സിൻ്റെ വേദനകൾ ഈ അരങ്ങിൽ അഗ്നിയാവുകയാണ്. നാടകം സങ്കടനാരായണൻ. നാടകരചന സജിത്ത് കെ കൊടക്കാട്ട്. രംഗത്ത് സുന്ദരൻ രാമനാട്ടുകര. സംവിധാനം രഞ്ജിത്ത് പരമേശ്വരൻ. നാടകം ആരംഭിക്കുകയാണ്. എനിക്ക് സങ്കട. ഞാൻ നാരായണൻ, സങ്കട നാരായണൻ. നാളെയാണ് എന്റെ വിചാരണ. പെൺകുട്ടികളുടെ ഇളമേയിലേക്ക് കണ്ണുവെച്ചിരിക്കുന്ന വേട്ട നായ്ക്കൾ ഊറിച്ചിരിക്കുക. ഭാര്യയുടെ, മകളുടെ, അമ്മയുടെ പച്ചമാംസം കടിച്ചു പറിക്കാൻ തക്കം പാർത്തിരിക്കുക. തക്കം പാർത്തിരിക്കുക. കല്ലെറിഞ്ഞു കൊല്ലണം, അല്ലെങ്കിൽ വെടിവെച്ചു കൊല്ലണം. ഞാൻ അതാ ചെയ്തത്. ഞാൻ അവനെ വെടിവെച്ചു. അല്ല, എന്നെ ഓർമ്മയില്ലേ? എന്നെ ഓർമ്മയില്ലേ? ഓർക്കുന്നില്ലേ ശ്യാമപ്രിയയുടെ അച്ഛൻ നാരായണനെ? ഈ സങ്കട നാരായണനെ ഓർമ്മ കാണും. നെഞ്ചു പൊള്ളണം. അപ്പോഴേ പാവം പിടിച്ചൊരു അച്ഛന്റെ മനസ്സ് നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റും. നിങ്ങൾക്കറിയോ പഠിക്കാൻ മിടിക്കിയതിന്റെ മോള്, എന്റെ മോള് നന്നായി പാടും, അഭിനയിക്കും, ചിത്രം വരയ്ക്കും, വീട്ടുകാര്യങ്ങളിൽ അമ്മയെ സഹായിക്കും. അങ്ങനെയുള്ള എന്റെ മോളെ ബലാത്സംഗം ചെയ്ത് കൊന്നതാ. എന്റെ മോളെ കൊന്നതാ. എന്റെ തൊട്ട അയൽവാസി, അതെ, എന്റെ വീടിന്റെ തൊട്ട അയൽവാസിയായ ഉസ്മാൻ കോയ കുറ്റം സമ്മതിച്ച് പോലീസുകാരെ അയാളെ പിടിച്ചുകൊണ്ടുപോയി. പക്ഷേ ഇവിടത്തെ നിയമവും നീതിയും ഉസ്മാൻ കോയക്ക് ജാമ്യം കൊടുക്കോ? ജാമ്യം കൊടുത്തില്ലേ? ജാമ്യം കൊടുത്തു. ജാമ്യം കിട്ടി. എന്റെ മുമ്പിനോട് നെഞ്ചും പിരിച്ച് പോയി കണ്ടപ്പോ സഹിക്കോ? ഒരു അച്ഛനും സഹിക്കൂല. ഞാൻ അവനെ വെട്ടിവെച്ചു. നിയമവും നീതിയും കയ്യിലെടുത്തത് ശരിയാണോ എന്ന് ചോദിച്ചു ഈ നാരായണനോട് ഇവിടുത്തെ ബുദ്ധിജീവികള്. ഇതെന്റെ നിയമം, എന്റെ കോടതിയാണ്. നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എന്റെ വീടിന്റെ വെളിച്ച അവനിക്ക് എടുത്തിക്കിടന്നത്. അത് ഈ നാരായണൻ ആര് തരും?
കേസുകളിൽ പീഡിതയായ പെൺകുട്ടിയോടല്ല, പീഡിപ്പിച്ച പുരുഷനോടാണ് സമൂഹം ഐക്യം പ്രകടിപ്പിക്കുന്നത്. പെൺകുട്ടിയുടെ സദാചാര പ്രശ്നം, അമ്മയുടെ സ്നേഹം, വാത്സല്യം, അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളാണ് ഇരിയുടെ മേൽ കെട്ടിവെച്ച് പ്രതിക്ക് സഹതാപ പരിവേഷം ചാർത്തി കൊടുക്കുന്നത്. പൂന്തുറയിൽ 6 വയസ്സുകാരിയെയും പാറശാലയിൽ 8 വയസ്സുകാരിയെയും പീഡിപ്പിച്ചു കൊന്നവൻ തന്നെയല്ലേ ആലപ്പുഴയിലും പാലക്കാട്ടും 9ഉം 8ഉം വയസ്സുള്ള പിഞ്ചോമനകളെ പീഡിപ്പിച്ചതിന് പോലീസ് പിടിച്ചുകൊണ്ടുപോയത് അല്ലേ? നിയമത്തിന്റെ പഴുതുകളിലൂടെ ഇവന്മാർ പുറത്തിറങ്ങി പിഞ്ചോമനകളെ കശാപ്പ് ചെയ്യുമ്പോ ഇവിടെ നാരായണന്മാർ നിയമം കയ്യിലെടുക്കും. എടുക്കണ്ടേ? അതെ, മനസാക്ഷി മരവിക്കാത്തവന്റെ കാതുകളിൽ എന്നും മുഴങ്ങിക്കേൾക്കുന്നുണ്ട് ഒരു ഉമ്മയുടെ കരച്ചിൽ. അത് സഫിയയുടെ ഉമ്മ ആയിഷയുടെ. തന്റെ പുന്നാറ് മകളെ കണ്ടെത്തണമെന്നും പറഞ്ഞ് സെക്രട്ടേറിയറ്റിനടിയിൽ സത്യാഗ്രഹം ഇരുന്ന ഒരു പാവ ഉമ്മ. തന്റെ മകള് എന്നെങ്കിലും തിരിച്ചു വരുന്നതിലുള്ള പ്രതീക്ഷയിൽ. പക്ഷേ ആ ഉമ്മയ്ക്ക് തെറ്റിപ്പോയി. വർഷങ്ങൾക്ക് മുൻപ് അതിക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായി ആ പിഞ്ചു ബാലിക മരണപ്പെട്ടിരുന്നു. സുഹൃത്തുക്കളെ, ഉഴുതുമറിക്കപ്പെട്ട പിഞ്ചുമേനി വേദന കൊണ്ട് പുളഞ്ഞപ്പോ, കൈയും ഉടലും കാലും പച്ചയോട് വെട്ടി മാറ്റിയപ്പോ, അവസാന ശ്വാസത്തിനൊപ്പം ആ കുട്ടി ആരെയായി വിളിച്ചിട്ടുണ്ടാവുക? ഒന്നു പറയാത്ത ഉമ്മനി. അതോ എല്ലാം അറിയാമെന്ന് പറയുന്ന ദൈവത്തിനെയോ ആരെയാവും വിളിച്ചിട്ടുണ്ടാവുക? കശാപ്പുകാരന്റെ കത്തി പോലും അറവുമൃഗത്തിന്റെ കഴുത്തിൽ ദയയോട് അമരുമ്പോ അത് വിചിത്രമായി വാഴുന്ന ഈ നരാധവന്മാരെ മനുഷ്യൻ എന്ന് പേരിട്ട് വിളിച്ചതാരാ? മനുഷ്യൻ എന്നാൽ കടിച്ചു കീറുന്ന മൃഗമാണോ? എന്ന് ആണെങ്കിൽ ആ മൃഗത്തെ കൊല്ലണം. അതാ നാരായണൻ ചെയ്തത്. മനുഷ്യനെയല്ല, മൃഗത്തിനെയാണ് നാരായണൻ കൊന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഈ 8ാം നമ്പർ ബ്ലോക്കിലെ തടവുകാരനായ എന്നെ തേടി വന്ന കത്തുറായി ഒരുപാട് പെൺമക്കളുടെ സ്നേഹമായ ഈ അച്ഛന്റെ കരുത്ത്. പ്രിയപ്പെട്ട അച്ഛന്, സ്നേഹം നിറഞ്ഞ അച്ഛന്. അച്ഛ സുഖം തന്നെയല്ലേ? പ്രിയപ്പെട്ട അച്ഛന് അങ്ങനെയാണ് എല്ലാ കത്തിന്റെ തുടക്കം. പെൺകുട്ടികളുടെ കത്തുന്ന മനസ്സാണിത്. തീവണ്ടികളങ്ങനെ തീ പിടിച്ചോടുമ്പോ ഗോവിന്ദസ്വാമിമാരുടെ അട്ടഹാസം, ഇരുട്ടിൽ ഒരു കൈ നീണ്ടു വരുന്നതിന്റെ ഭീതി. കത്തുകൾ സംസാരിക്കുക, കത്തുന്ന കത്തുകൾ, നെഞ്ചകം വിങ്ങുന്ന കത്തുകൾ, കത്തുന്ന കത്തുകൾ, നെഞ്ചകം വിങ്ങുന്ന കത്തുകൾ, കത്തുന്ന കത്തുകൾ, നെഞ്ചകം വിങ്ങുന്ന കത്തുകൾ, കത്തുന്ന കത്തുകൾ, നെഞ്ചകം വിങ്ങുന്ന. ഒടുവിൽ നാരായണനാണ് ശരിയെന്ന് കോടതിക്ക് ബോധ്യമാണ്. എന്റെ ശിക്ഷ റദ്ദാക്കി കോടതി എന്നെ വെറുതെ വിട്ടു. പക്ഷേ ഇവിടെ കണ്ട സ്വാമി, ഉസ്താദ്, ഡോക്ടർ, എഞ്ചിനീയർ, വക്കീല്, MLA, MP, മന്ത്രിമാർ എല്ലാം ഉയർന്ന പദവിയിലും ഞെളിഞ്ഞിരിക്കുന്നവർ മനോരോഗികളാ. കുറ്റകൃത്യം ചെയ്ത് പിടിക്കപ്പെടുന്നതുവരെ ഇവരെല്ലാം നമുക്കിടയിൽ പഞ്ചപാവങ്ങളെ പോലെ ഇരിക്കും. അതെ, സുനന്ദയെ കൊന്ന കേസിലെ സുഭാഷിനെ പോലെ, ഇന്റെ മോളെ കൊന്ന ഉസ്മാൻ കോയെ പോലെ. അതാ
അതാ നാരായണൻ പറഞ്ഞത്. എന്ത്? പിഞ്ചോമനുകളെ നെഞ്ചോട് ചേർത്ത് ഉറങ്ങാതെ കാവലിരുന്നോളീ. പിഞ്ചോമനുകളെ നെഞ്ചോട് ചേർത്ത് ഉറങ്ങാതെ കാവലിരുന്നോളീന്ന്. ഉറങ്ങിപ്പോയാ, കണ്ണൊന്ന് ചിമ്മിപ്പോയാ പിടിച്ചുകൊണ്ടുപോയി കടിച്ചു കീറി തിന്നും നായന്റെ മക്കള്. ഉറങ്ങണ്ട, ഉറങ്ങണ്ട, ഉറങ്ങണ്ട. പെൺകുട്ടികളുള്ള അമ്മമാരും ഉറങ്ങണ്ട, ഉറങ്ങണ്ട. പെൺകുട്ടികളുള്ള അമ്മമാരും ഉറങ്ങണ്ട, ഉറങ്ങണ്ട, ഉറങ്ങണ്ട. പെൺകുട്ടികളുള്ള അമ്മമാരും ഉറങ്ങണ്ട, ഉറങ്ങണ്ട, ഉറങ്ങണ്ട. പ്രിയമുള്ളവരെ, നന്ദി, നമസ്കാരം.